നമസ്കാരം. സത്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് പറയാനായിട്ട് പെട്ടെന്ന് വരുമ്പോഴും വായിന്ന് ചാടി വരാറ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം മുഖ്യമന്ത്രി ആയ ശേഷവും ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണെന്നൊരു തോന്നല് നമുക്കൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇതൊന്നും നിങ്ങളാരും പറയുന്നില്ല. ആ പ്രതിപക്ഷ നേതാവിന്റെ ആ മുരള സ്വഭാവവും ആ ഒരു ചെറിയ അഹങ്കാരത്തോടു കൂടിയുള്ള ചില സമീപനങ്ങളൊക്കെ ഈ വി ഡി സതീശനിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഒരുപാട് പൂക്കി ശൈല കാണിച്ചും ഒരുപാട് ഞാൻ ചിരിക്കുന്ന ആളാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഇദ്ദേഹം പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതൊക്കെ എന്തൊക്കെയോ ഒരു നാടകീയത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഞാൻ കാണുകയായിരുന്നു. മാധ്യമ പ്രവർത്തകരുടെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഈ വി ഡി സതീശൻ നൽകുന്ന ഉത്തരം കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് ചിരി വന്നുപോയി. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു മുഖ്യമന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിന് തിരിച്ച് അങ്ങ് എന്താ പറയുക, മാധ്യമ പ്രവർത്തകരെ അടിച്ചിരുത്തുന്ന മറുപടി പറയാൻ കഴിയും, നമ്മുടെ പിണറായി വിജയനൊക്കെ കൊടുക്കുന്ന പോലെ. പക്ഷേ വി ഡി സതീശൻ നിരുത്സാഹപ്പെടുത്തി എന്നുള്ളതാണ്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഒന്ന് മാധ്യമങ്ങളെ കാണുകയാണ്. രത്തൻ കേൽക്കറുമായിട്ടുള്ള ഒരു ചോദ്യമാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത്. ഈ രത്തൻ കേൽക്കർ എന്ന് പറയുന്ന ആരാണ്? അതായത് മുൻ തെരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസറായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തെ സെക്രട്ടറി ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. LDF-ഉം അതുപോലെ തന്നെ BJP ഒക്കെ വലിയ രീതിയിലുള്ള ആരോപണം ഈ സർക്കാരിനെതിരെ ഉന്നയിച്ചു. ഇതൊരു ബംഗാൾ മോഡലാണ്, ആ രീതിയിലുള്ള നിയമനമാണ് എന്നായിരുന്നു പ്രധാനമായിട്ടും LDF മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആരോപണം. അങ്ങനെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഞായറാഴ്ച തന്നെ ഈ രത്തൻ കേൽക്കർ ചുമതലയേക്കുന്നത്. പക്ഷേ വി ഡി സതീശനോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വി ഡി സതീശന്റെ ഉത്തരം അതൊന്ന് കേൾക്കേണ്ടതാണ് കേട്ടോ. അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്. UDF-ന് 102 സീറ്റ് മേടിച്ചു തന്നത് ഈ രത്തൻ കേൽക്കറാണ്. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്, എന്തൊരു തമാശയാണ്. ഞങ്ങളെ ജയിപ്പിച്ചത് രത്തൻ കേൽക്കറാണോ, എന്തൊരു തമാശയാണ് എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. സത്യത്തിൽ ഞങ്ങൾക്കാണ് തമാശയായിട്ട് തോന്നുന്നത്. എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. അതായത് ഈ ദത്താത്രേയ ഹൊസബള്ളയെ കാണാൻ അജിത് കുമാർ പണ്ട് പോയ കേസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് അജിത് കുമാർ പോയി കണ്ടതിന് പഴി കേൾക്കേണ്ടി വന്നത് പിണറായി വിജയനാണ്. എന്തോ ഡീല് സംസാരിക്കാൻ പോയതാണ് എന്ന രീതിയിൽ പറഞ്ഞത് ഈ നമ്മുടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഇതേ വി ഡി സതീശൻ തന്നെയാണ്. അന്ന് ഈ പറയുന്നത് പോലെ ആ പേരും പറഞ്ഞ അന്തിച്ചർച്ച, അതുപോരാത്ത ചർച്ച, ഇതെന്തോ വലിയ ഡീലിന്റെ ഭാഗമാണ്, പിണറായി വിജയന് വേണ്ടി പോയി സംസാരിക്കാൻ അജിത് കുമാറിനെ അങ്ങ് നിയോഗിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കൊട്ടിയാഘോഷങ്ങളായിരുന്നു ഇവിടെ നടന്നത്. അതുമായി ബന്ധപ്പെട്ട് അവസാനം മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്താ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ആളെ ഒന്നും അങ്ങോട്ടേക്ക് അയക്കില്ല, അങ്ങനെയൊന്നും ആരെയും വിട്ട് എന്റെ കാര്യം പറയേണ്ടതൊന്നുമില്ല, അതൊരു ഡീലല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ നോക്കൂ, രത്തൻ കേൽക്കറെ പോലെ ഒരാളെ സെക്രട്ടറി ആക്കുമ്പോഴും മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. സമ്മതിച്ചെന്നിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒന്ന് പറയാതെ വയ്യ. നിഷ്പക്ഷരെന്ന് നിങ്ങൾ മിണ്ടിപ്പോകരുത് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല, നാട്ടുകാർ ചിരിക്കും. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്. മാത്രമല്ല ഈ വി ഡി സതീശന് സംശയം തോന്നാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം വി ഡി സതീശന്റെ നയം എപ്പോഴും അങ്ങനെയാണല്ലോ. RSSന്റെ പരിപാടിയിൽ, അതായത് ഗോൾവാക്കറിന്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ആ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിലുള്ള നിലവിളക്കിലൊക്കെ തിരികൊളുത്തി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന നമ്മൾ സതീശനെ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല കേരളത്തിൽ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലൊക്കെ സംഘപരിവാർ സംഘടനയുടെ പിന്തുണയോടെയാണ് അവിടെ കോൺഗ്രസ് ഭരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാം. സ്വാഭാവികമായിട്ടും ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ രത്തൻ കേൽക്കറിനെ സെക്രട്ടറി ആക്കിയിട്ടും ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതാണ് സത്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഏറ്റവും തമാശയായിട്ട് തോന്നുന്നത്. അതിനിടയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസ്ഥാനത്തിന് ഗുണപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. സത്യത്തിൽ എന്താണ് ചിരി വരാൻ കാരണം എന്ന് അറിയാമോ? പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിക്കാത്ത വ്യക്തിയാണ് ഇപ്പോൾ ഇരുന്ന് ഈ ഡയലോഗ് അടിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ചിരിപ്പിക്കുന്ന ഈ ഇയറിലെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന എല്ലാത്തിനെതിരെയും പ്രതിഷേധ ശബ്ദം ഉയർത്തിയും അതിനെതിരെയൊക്കെ ഒരുമാതിരി പിന്തിരപ്പ നിലപാടൊക്കെ സ്വീകരിച്ച് പ്രതിപക്ഷം ഒരു പ്രഹസന പക്ഷമായിരുന്നു. ഒരു സത്യത്തിൽ ആ രീതിയിൽ തന്നെയായിരുന്നു വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ സ്വഭാവം. ആ സതീശനാണ് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്ക് അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരുത്തുന്നൊക്കെ പറയുന്നത്. എന്തായിക്കോട്ടെ, സതീശൻ മുഖ്യമന്ത്രി ആയപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ മറന്നുപോയി കാണും. അത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണതിൽ എന്തോ ഒരു അനൗചിത്യമായിരിക്കും. ആ പ്രധാനമന്ത്രിയെ കാണാൻ പോണ കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചോദ്യം കേട്ടാ. മനസ്സിലായോ? വേറെ ഒന്നുമല്ല, പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണല്ലോ. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ഒരു ഉദ്ദേശം എന്നാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത്. സ്വാഭാവികമായിട്ട് ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അതിന്റെ എന്താണ് കാരണമെന്ന് അറിയാനുള്ള അവകാശം അത് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അത് ചോദിക്കാനുള്ള അവകാശം മാധ്യമ പ്രവർത്തകർക്കും ഉണ്ട്. പക്ഷേ വി ഡി സതീശൻ നൽകുന്ന ഉത്തരം കേട്ടോ, ഭയങ്കര ചോദ്യം കേട്ടാ. ആ ചിരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഇങ്ങനെ ഉള്ളില്
അമർഷം പിടിച്ച് അടക്കിക്കൊണ്ട് ചിരിക്കുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് മുഖ്യമന്ത്രി. എന്തായാലും അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ ശേഷം പറയാണ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ള എന്ന രീതിയിൽ സംസാരിക്കുന്നത്. ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് ഈ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞു. എന്നാലും മാധ്യമങ്ങൾക്കും തേപ്പ് കിട്ടിയില്ല, ഇനിയൊന്നും പറയാനൊന്നുമില്ല. ഇനി അതിനുശേഷം പായിത്തുകവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അവിടെ എന്താണ് നിലവിലെ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടില്ല എന്ന രീതിയിലുള്ള ചോദ്യം വരുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഒന്ന് കണ്ടോളൂ. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, അവിടെ ഒരു സമരം ഇപ്പം നടക്കുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അതൊരു പ്രൈവറ്റ് കേസാണെന്നുള്ളതാണ്. പ്രൈവറ്റ് കേസാണ്. സ്വകാര്യ വ്യക്തി അവർക്കെതിരായിട്ട് അവരുടെ സ്ഥലം കയ്യേറിയെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കേസാണ്. കേട്ടില്ല, ഇതൊരു പ്രൈവറ്റ് കേസാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയ്യേറി അവരവിടെ താമസിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. പ്രതിപക്ഷ നേതാവെങ്കിൽ അങ്ങനെ നമുക്ക് വിചാരിക്കും. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരിക? ഈ സർക്കാർ ആർക്കൊപ്പമാണെന്നൊരു തോന്നൽ വരില്ലേ? ഇന്നാണ് ഈ സ്ഥലത്തെ MLA ആയിട്ടുള്ള ആ സ്ഥലത്തെ MLA VP സജീന്ദ്രൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? പുറമ്പോക്ക് എന്ന് പറയുന്നത് വാക്കാലുള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ ഈ സർക്കാർ ആർക്കൊപ്പമാണ്? സമരക്കാർക്കൊപ്പമല്ല എന്ന് PD സതീശിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇവർ ആർക്കൊപ്പമാണെന്ന് മനസ്സിലായിരിക്കുന്നു. അപ്പോ UDF പോലീസ് മനഃപൂർവ്വം സമരക്കാരെ ആക്രമിക്കുകയായിരുന്നില്ലേ? അവിടെ മനഃപൂർവ്വം ഈ പറയുന്ന കുടിയൊഴിപ്പിക്കൽ എന്ന പേരിൽ ആക്രമിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചാലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലെന്നേ. മാത്രവുമല്ല, അവിടെ ഒരു മിനി മുത്തങ്ങയാണ് ഇവർ പ്ലാൻ ചെയ്തതെന്ന് ഇന്ന് MV ഗോവിന്ദ മാഷ് പോലും പറയുന്ന കാഴ്ച കണ്ടു. അതൊക്കെ ഏകദേശം ശരിവെക്കുന്ന രീതിയിലല്ല. ഈ രീതിയിൽ ഉള്ള പ്രതികരണം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് പറയാണ് ഞങ്ങൾ മീറ്റിംഗ് നടത്തിയ കൂടി തന്നെ എല്ലാം ആയോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയെ ഏൽപ്പിച്ചിട്ട് മീറ്റിംഗ് നടത്തുകയാണോ മിസ്റ്റർ മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടത്? ആദ്യം മുഖ്യമന്ത്രി അവിടെ ചെന്ന്, മുഖ്യമന്ത്രിയുടെ തന്നെ ജില്ലയല്ലേ, അങ്ങൊക്കെ അവിടെ ചെന്ന് ആ ജനങ്ങളുമായിട്ടൊന്ന് സംസാരിച്ച് ആ വിഷയത്തിൽ അവരുമായി ഒരു ആശയവിനിമയം നടത്തിയാൽ അവർക്ക് എന്തൊരു ആശ്വാസം ഉണ്ടാവും. പക്ഷെ താങ്കൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഏറെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ സിംഗിടികൾ വിട്ടിട്ട് കാര്യമില്ല. അവിടെ റോജി M ജോണിനെ വിടുന്നു, അവിടെ സ്ഥലം MLA വിടുന്നു. എന്നിട്ട് എന്താണ് സംസാരിക്കുന്നത്? മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നു ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കയ്യേറിയതാണ് എന്ന് ഇവർ പറയുന്നു. എന്നിട്ട് അവിടെ പോയി പറയുന്നു ഞങ്ങൾ അവർക്കൊപ്പമാണെന്ന് പറയുന്നു. ഇത് എന്ത് നയമാണ്? മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് മാധ്യമപ്രവർത്തകരും ചോദിക്കുന്നത്. അപ്പൊ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ മാറി പറയാണ് CPM എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. CPM എന്താ ചെയ്തതെന്ന് അറിയാമോ? ഇവരെല്ലാവരും ആക്രമിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ സഖാക്കൾ എല്ലാവരും കൂടി, CPM-കാരെല്ലാവരും കൂടി അവരെ കൊല്ലാതിരിക്കാൻ അവിടെ ഒരു പ്രതിരോധം തീർത്തു. അന്ന് അവരവിടെ ഇല്ലായിരുന്നുവെങ്കിൽ സതീശന്റെ പോലീസ് കയറി എന്തൊക്കെ കാണിച്ചു കൂട്ടുമായിരുന്നു എന്ന് UDF ഭരണകാലത്തൊക്കെ ഇവിടെ നിങ്ങൾ അരങ്ങേറ്റിട്ടുള്ള പല കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലുണ്ട്. അതുകൊണ്ട് അത് അറിയാവുന്നത് കൊണ്ടാണ് അവിടെ സഖാക്കൾ പ്രതിരോധം തീർത്തത്. അതായിരിക്കും ഇപ്പൊ സ്വാഭാവികമായിട്ടും അവരൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായി മാറിയത് സംശയിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിയൊക്കെ ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെടേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നൊക്കെ മുൻകാലത്ത് ആ സീറ്റിലിരുന്നിട്ടുള്ള പിണറായി വിജയനെ ഒന്ന് കണ്ടുപിടിച്ചാൽ നല്ലതായിരിക്കും. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് അവർക്ക് വീടും സ്ഥലമൊക്കെ ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞത് ചിലപ്പോൾ ചിരി വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, വയനാട് മഹാദുരന്തം സംഭവിച്ചപ്പോ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ വീട് ഇപ്പോഴും വെച്ചു കൊടുക്കാൻ പറ്റാത്ത ടീമുകളൊക്കെയാണ് ഇപ്പൊ ഈ 8 കുടുംബങ്ങൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നത്. എന്ത് ജാതി കോമഡിയാണ് ഇതൊക്കെ കേട്ടപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്. ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട് ഇത്.